നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണല്ലോ. ശരിക്കും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇനി നമുക്കിവിടെ എന്താണ്? ഇവിടെ ഞാൻ ആക്ച്വലി ഇൻസ്റ്റയിൽ കണ്ട ഒരു പേജ് ഉണ്ടായിരുന്നു. അവർ ഡേ പാക്കേജസ് കൊടുക്കുന്നുണ്ട്. രാവിലെ തുടങ്ങി വൈകിട്ട് എൻഡ് ചെയ്യുന്ന പാക്കേജ്. ഞാൻ അവരെ വിളിച്ച് കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. തനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവാം. ഓക്കെ. ശരിക്കും ഈ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് തൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം മാറും. നമുക്കത് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം ഒരു വള്ളത്തെ ഒരു യാത്ര നടത്താം. ഈ വള്ളത്തിലുള്ള യാത്ര അത്രയും മനോഹരമാണ്. ഈ പറയുന്ന ഇതിനകത്തൂടെ ഒക്കെ കൊണ്ടുപോകും. നമുക്ക് കയറാമല്ലേ? നമുക്ക് നോക്കാം. എങ്ങനെ ഇറങ്ങുന്നു? ഇതിൽ ചവിട്ടണം. പറഞ്ഞാൽ കോട്ടയം സൈഡിലൊന്നും ഇത്രയും മനോഹരമായ തുരുത്തോ വെള്ളമോ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങളൊക്കെ കിഴക്കൻ നാട്ടുകാർ മലയുടെ മുകളിലല്ലേ. അപ്പം എനിക്ക് ഇത്രയും സ്ട്രെസ്സായിരിക്കുന്ന നിന്നെ ഒരു സമാധാനമുള്ള സ്ഥലത്ത് കൊണ്ടുപോകണമെന്ന് തോന്നി. അപ്പോൾ അതാണ് ഞാൻ മൺട്രോത്തുരുത്ത് പ്രിഫർ ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വളരെ മനോഹരമാണ് ഈ തുരുത്ത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത്, ഈ ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ വള്ളത്തിൻ്റെ സവാരി കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 1, 2, 3 പ്രോഗ്രാംസ് ഉണ്ട്. പ്രോഗ്രാംസ് എല്ലാം ചെയ്യാം. നീ അപ്പോഴത്തേക്ക് റിലാക്സ്ഡ് ആവും, ഒരു പ്രശ്നമില്ല. ഒരു നാടിൻ്റെ പൈതൃകമുണ്ടല്ലോ, ഒരു കൾച്ചർ എന്നൊക്കെ പറയുന്നത്. ശരിക്കും സമാധാനം ഏറ്റവും കിട്ടുന്നത് ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളിൽ പോകുമ്പം അതിൻ്റേതായ ഒരു ഇഷ്ടം, നമുക്കൊരു ശാന്തത ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ യാത്ര അവസാനിക്കുമ്പോൾ ഉറപ്പായിട്ടും നിൻ്റെ മുഖത്ത് അടിപൊളി ഒരു ചിരി ഉണ്ടാവും. അതെനിക്ക് 100% ഉറപ്പാണ്. അത്രയ്ക്ക് ഉറപ്പാണ് എനിക്ക് മൺട്രോത്തുരുത്തിനെ പറ്റി. എനിക്കത് ഫസ്റ്റ് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല റിലാക്സേഷൻ ഉണ്ട്. ബോട്ടിംഗ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. നോക്കാം, നമുക്ക് ബാക്കി കാര്യങ്ങളുണ്ടല്ലോ, ഇനിയും ഒരുപാടുണ്ടെന്നേ. ശരി, നോക്കാം. ശരിക്കും ചായകൾക്ക് ഒരുപാട് കഥകൾ പറയാൻ ബാക്കിയുണ്ടല്ലേ. ഞങ്ങൾ രണ്ടുപേരും അമ്മ അതൊരു ചായ അഡിക്ട്സ് ആണ്. അപ്പോൾ ആദ്യം ഒരു ചായയും തന്നെ തുടങ്ങാമല്ലേ. ശരിക്കും നീ അത്രയും നേരത്തെ വന്നതുകൊണ്ട് ഞാനൊരു ചായ പോലും കുടിച്ചില്ല. വന്നിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാൻ വെച്ചാൽ ഇപ്പോൾ ആ ചായ കുടിച്ചപ്പോൾ ഒരു എനർജി കിട്ടിയതുപോലെ നല്ല രസമുണ്ട്. ഈ പാലങ്ങളുടെ മരക്കൊമ്പ് ഇപ്പം പെട്ടേനെ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതേ കൂട്ടി അത് കഴിഞ്ഞ് അവർ പാക്കേജ് പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ചേർച്ചുണ്ട്, പിന്നെ ഈ പറയുന്ന കൊയർ ഫാക്ടറി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നായിട്ട് കാണിക്കാം. ശരിക്കും എല്ലാവരും പറയും തെക്കോട്ട് വരുമ്പോൾ ആഹാരം മോശമാണ്. പക്ഷേ അങ്ങനെയല്ല. കരുനാഗപ്പള്ളി ആയാലും കൊല്ലമായാലും തിരുവനന്തപുരത്തായാലും ഒരുപാട് നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടുണ്ട്. ശരിക്കും ഈ ഫുഡിനെ ഞാൻ ഇത്രയും വലുതാക്കി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് സന്തോഷം കിട്ടുന്നത് നല്ല ആഹാരം കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വടക്കോട്ടുള്ളവർ അതിഥി ദേവോ ഭവ ആണ്. അവരത്രയും നമ്മളൊരു വീട്ടിൽ ചെന്നാൽ നമ്മളെ കഴിപ്പിച്ച് അങ്ങനെയൊക്കെ വിടത്തുള്ളൂ. അത് ഹോട്ടൽസിലായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഏകദേശം കരുനാഗപ്പള്ളി ഈ ഏരിയകളൊക്കെ വളരെ സ്നേഹം നിറഞ്ഞ, അന്ന് ആദ്യത്തെ വീഡിയോയിൽ ഒരു കുടുംബശ്രീ കഫേയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വിളമ്പുന്ന കൈകൾക്ക് അത്രയും സ്നേഹത്തോടെ വിളമ്പുന്ന ആൾക്കാർ. അതെ, ആ വിളമ്പുന്ന കൈക്കാണ് പ്രാധാന്യം. അപ്പം ലക്ഷ്മി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാതടപ്പിക്കുന്ന ഹോണുകളുടെ സൗണ്ട്, അല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങിയ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ, ബഹളങ്ങൾ. അപ്പം എൻ്റെ വീട്ടിലൊന്നും രാത്രി ഒന്നും സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. കാര്യം വണ്ടികളുടെ ഹോണടി, ഭയങ്കര ബഹളം. ഇവിടെ വരുമ്പം ശരിക്കും പ്രിസൈസായിട്ട് ഓരോ സൗണ്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എവിടെയോ ഒരു കിളി കരയുന്നു, ഇപ്പോൾ ആ നീർക്കാക്ക പറന്നു പോയപ്പോൾ ആ വെള്ളത്തിൻ്റെ സൗണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന തൊട്ട് നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ. അയ്യോ, ഇതെന്താ ഈ വല കെട്ടി നിർത്തിയിരിക്കുന്നത്? ഇത് ആക്ച്വലി ഇവിടെ കുറേ ഫാമുകളുണ്ട്. ചെമ്മീൻ, അങ്ങനെ കുറേ ഫിഷസിനെ അവർ വളർത്തുന്നുണ്ട്. അപ്പോൾ അത് ഈ വല കെട്ടിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഒന്നും വന്ന് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ പക്ഷികൾ, നീർക്കാക്കയൊക്കെ ഇറങ്ങി പിടിക്കുക. അങ്ങനെയുള്ള ഈ പറയുന്ന വെയിലൊക്കെ ഇത്രയും ആയിട്ട് ആ ഒരു മരത്തിൻ്റെയൊക്കെ തണൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഗ്രോ ചെയ്ത് നിൽക്കുന്നതിൻ്റെ തണൽ വരുമ്പോൾ ഭയങ്കര ഒരു തണുപ്പുണ്ടല്ലേ, ഭയങ്കര ഒരു. കൂളിംഗ്. അതെ, ആ ഭയങ്കരമായിട്ട്
ഭയങ്കരമായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ. AC-യുടെ കൂളിംഗ് നമുക്ക് അതിൽ വേണമെങ്കിൽ അതുക്കും മേലേന്ന് പറയാം. അതെ, അതെ. ശരിക്കും പറഞ്ഞാലേ ഈ പ്രകൃതി ചില സമയത്ത് മനോഹരമായ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. അങ്ങനെ ഒരു മനോഹാരിതയുടെ ഒരു എക്സ്ട്രീം സംഭവമാണ് ഞാൻ നോക്കി ഇങ്ങനെ വളഞ്ഞ് ഒരു പാതയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തണുപ്പ്, ശരിക്കും തണുപ്പിലുപരി ഈ പറയുന്ന ആ ഒരു ഫീല്, അതിലാണ് കാര്യം. ഇത് വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കണ്ടപ്പോൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഒന്ന് പോകണമെന്ന്. പക്ഷേ താങ്ക് യു നിതിൻ, നിതിനാണ് ഇങ്ങനെ ഒരു അവസരം എന്തായാലും തന്നത്. ഈ മരങ്ങളുടെ മുകളിലോട്ടൊക്കെ ചവിട്ടി കയറാൻ പറ്റും. അത് ഒരു പ്രത്യേകിച്ച് കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെ ചെയ്യും, മുകളിലോട്ടൊക്കെ കയറുക എന്നുള്ളത്. വേണമെങ്കിൽ കയറാം. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പ്രകൃതിയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വള്ളം അതിൻ്റെ ഇടയ്ക്കൂടെ പോയായിരുന്നല്ലോ, അതേകൂട്ട് തന്നെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലിരിക്കുന്ന ഒരു ലൊക്കേഷൻ. ശരിക്കും ഈവനിങ് ടൈം, നമ്മളിപ്പോൾ മോർണിംഗ് അല്ലേ വന്നത്, ഈവനിങ് ടൈം ആണെങ്കിൽ ശരിക്കും സൂര്യൻ ഈ പറയുന്ന കടലിലോട്ട് ഇറങ്ങുക എന്ന് പറയത്തില്ലേ, അത് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും അടിപൊളിയായിട്ട്. അപ്പോൾ ഇവിടെ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. പക്ഷേ നമ്മൾ എടുത്തേക്കുന്ന ഒരു പാക്കേജ് ആണ്, അപ്പോൾ അതിനകത്ത് സമയം ഉൾക്കൊള്ളിക്കണം, എല്ലാം ചെയ്യണം. ഒറ്റ ദിവസത്തെ പരിപാടിയല്ലേ. നാച്ചുറലായിട്ട് AC-യിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു അതെ, ആ ഒരു ഫീല് കിട്ടും. കൂളിംഗ്, വെള്ളത്തിന്റെ വല്ലാത്തൊരു എന്താണ് പറയുന്നത്, എനിക്ക് പറയാൻ വാക്കുകളില്ല ശരിക്കും. എന്തായാലും ലക്ഷ്മി ഇതെല്ലാം ആസ്വദിക്കുന്നേ, ഒന്ന് സന്തോഷിച്ചാ മതി. ഓക്കെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ശരിക്കും നല്ല ചൂടപ്പം, മുട്ടക്കറി. എന്തോ എനിക്ക് ഈ മുട്ടക്കറി, നമ്മുടെ എഴുത്താണി ഹോട്ടലിലെ വീഡിയോ ചെയ്തപ്പോൾ ഈ മുട്ടക്കറി ആയിരുന്നു എനിക്ക് അവിടുത്തെ മട്ടനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് മുട്ടക്കറി. ഒന്ന് കഴിച്ചു നോക്കേ. എഴുത്താണിയുടെ വീഡിയോയിൽ ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മുട്ട കഴിക്കാറില്ല, കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊന്ന് കഴിച്ചിട്ട് നേരെ സൈക്ലിംഗ് ആണ് ഇനി. അപ്പൊ കഴിക്കട്ടെ. മൺട്രോത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതൊരു ഡച്ച് ചർച്ചാണ്. 1878 നിർമ്മിതമായ കൊളോണിയൽ ഇൻഫ്ലുവൻസ് അത്രയും നിന്ന സമയത്ത് പണി കഴിച്ച ഒരു ചർച്ചാണത്. മേ ബി അത് അതേ കൂട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടാതെ ശരിക്കും ഒരു തെയ്യുണ്ടല്ലോ, ജീസസ് ലിവ്ഡ് ഫോർ പീസ്, അല്ലെങ്കിൽ യേശുക്രിസ്തു സ്നേഹം സമാധാനത്തിൻ്റെ ഒരു ആളാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും അതിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. വെള്ള, സമാധാനം, പീസ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം. 2 മിനിറ്റ് ഇവിടെ ശാന്തമായിട്ട് നിന്ന് ഇത്തിരി സമാധാനം കണ്ടിട്ട് ബാക്കി കാണാം. So I found some persons from France. They are exploring India, and let me ask them, how is Kerala? It's been great so far. It's great. Yeah. We love it. Yeah. It's beautiful. Yeah. So enjoy our Kerala. If there is anything you need, you can call me or anything. Like, you have my channel, right? You can just comment on it and I will reply for it. Yes. So in Kerala we say Aditi Devo Bhava. അങ്ങനെ നമ്മുടെ ഉച്ച സമയമായി ലഞ്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ശരിക്കും ഒരു കയാക്കിങ് കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ കയാക്കിങ് ഞാൻ എടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പേടി, ഇനി ലക്ഷ്മി മറിഞ്ഞ് അതിനകത്ത് അങ്ങനെ വീഴുമെന്നുള്ള പേടി, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ പാക്കേജ് ഇത് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഡേ ഇൻ മൺട്രോ എന്നുള്ള ട്രിപ്പ്, ഇന്ത്യൻ സീബ്ര കയാക്കിങ്. ഓക്കെ, ഇനി കഴിക്കാമല്ലേ. അങ്ങനെ എ ഡേ ഇൻ മൺട്രോ അത് ഏകദേശം അവസാനിക്കാറായി എന്ന് വെച്ചാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാര്യം എന്താ പറയുക, ഇത്തിരി സമയക്കുറവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ഊണ് കഴിക്കാനായിട്ട് ദിൽഖുഷ് എന്ന റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ മൺട്രോ തുരുത്തി യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ലക്ഷ്മി പറയട്ടെ അല്ലേ.
എൻ്റെ ഈ സ്ട്രെസ് ലൈഫിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഓഫായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റി. എസ്പെഷ്യലി ഇവിടുത്തെ എന്താണ്, നമ്മൾ ഫസ്റ്റ് വന്ന് ബോട്ടിങ്, അതുപോലെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഫുഡ്, നമ്മുടെ ഹോംലി ഫുഡ്, നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡ്, രാവിലത്തെ പ്രഭാത ഭക്ഷണം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡച്ച് പള്ളി അത് വിസിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ സൈക്ലിങ്, ഗ്രാമീണതയിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു നമ്മൾ നടത്തിയത്. നല്ല ഒരു അനുഭവമായിരുന്നു ലഭിച്ചത്. പിന്നെ കയാക്കിംഗ് ഉണ്ട്, അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റി, നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ പറയുന്ന എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് സീബ്ര കയാക്കിങ്ങിനോടാണ്. അവരാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. വേണമെങ്കിൽ എനിക്കും ലക്ഷ്മിക്കും ടൈം ഉണ്ടായിരുന്നെങ്കിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഡീഡ് ഇത് റീസണബിൾ ആണ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. അയ്യോ, ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ല അല്ലേ? നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെ കരിമീൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ. കരിമീൻ കൂട്ടി എന്താ പറയുന്നത്, ഈ കരിമീൻ എന്ന് പറയുന്നത് ഏകപത്നി വ്രതക്കാരനാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാളാഞ്ചി ഇഷ്ടമാണ്, പക്ഷേ കരിമീൻ കുറച്ചുകൂടി ഇഷ്ടമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കീപ് കമൻറ്റിങ്. ബൈ.